പ്രേംകുമാറിന്റെ വീട്ടിലേക്ക് അനുനയ നീക്കമായും മുൻ മുൻ മന്ത്രി MLA കടകംപള്ളി സുരേന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന ചില സൂചനകൾ ഇതിനോടകം വന്നിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അനുനയ നീക്കം. ഉമേഷ് ബാലകൃഷ്ണൻ, ഉമേഷ്, കടകംപള്ളി എത്തിയത് പ്രേംകുമാറുമായി സൗഹൃദത്തെ പറയുള്ളൂ, പക്ഷേ അനുനയമാണ്. ഈ സംസാരിച്ചിരുന്നു പ്രേംകുമാർ എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. നേരത്തെ പ്രേംകുമാറിനോട് സംസാരിച്ചിരുന്നോ ഫോണില്? ഞാൻ സംസാരിച്ചിരുന്നു. ചെറിയ അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലും കൂടി ഒരു കാണാവുന്നതാണ്. ഞാൻ മണ്ഡലത്തിൽ വോട്ടർ എന്നുള്ള നിലയിലല്ല പ്രേംകുമാറിനെ കാണാവുന്നത്. പ്രേംകുമാർ ഇക്കാലം അത്രയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവും അതുപോലെ തന്നെ വളരെ അടുത്ത സൗഹൃദമുള്ളയാളും ഈ കഴക്കൂട്ടത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയും എന്നുള്ള നിലയിൽ ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് പ്രേംകുമാർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് എന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണ് ആയിട്ടാണ് വന്നത്. ഇല്ല, രാത്രി ആവുമെന്ന് പറഞ്ഞു. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ രാത്രി ആവും വരാനായിട്ട്. ഇപ്പോൾ രാത്രി കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും വിചാരിച്ചു എന്നുള്ളേ ഉള്ളൂ. ഹഷ്മി, ഇതാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. ആ രീതിയിൽ അദ്ദേഹത്തെ ഇടതുപക്ഷ കഴക്കൂട്ടം ടൗണിൽ തന്നെയാണ് പ്രേംകുമാറിന്റെ വീട്. പ്രേംകുമാറിന്റെ വീട്ടിൽ അദ്ദേഹം ഇല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ എത്തിയ ശേഷം ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അനുനയ നീക്കം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ആളാണ് ഈ അദ്ദേഹം. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ എന്തായാലും ഇവിടെ എത്തിയ ശേഷം അദ്ദേഹം എന്തായാലും കാണാൻ കഴിയാതെ മടങ്ങി പോവുകയാണ്. എന്തായാലും തിരികെ വരും. ഇപ്പോൾ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു പ്രേംകുമാറിനോട്. ഉമേഷ് ഫോണിൽ സംസാരിക്കുന്നു. പ്രേംകുമാർ അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. വൈകിട്ടേ രാത്രി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. രാത്രി വരാനിടയുള്ള പ്രേംകുമാറിനെ കാത്ത് ഒരു മുൻ മന്ത്രി, CPM തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വീട്ടിലെത്തി നിന്ന് കാണാൻ പറ്റാതെ മടങ്ങുന്നു. ഇത് അനുനയ നീക്കമല്ലെന്ന് ആരും പറയില്ല. ഉമേഷ്, തീർച്ചയായും അനുനയ നീക്കം തന്നെയാണ് അശ്മി. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രേംകുമാർ കൃത്യമായി പറഞ്ഞിരുന്നു, എന്നെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ വിളിച്ചു, KC വേണുഗോപാലും എന്നെ വിളിച്ചിരുന്നു. എന്തായാലും തന്റെ രാഷ്ട്രീയം എന്ത് വേണം എന്നുള്ള കാര്യം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. തന്റെ കാര്യത്തിൽ താൻ എപ്പോഴും പൂർവ്വനിശ്ചിതമായ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതല്ല. കാര്യങ്ങൾ പലപ്പോഴും ഏത് രീതിയിൽ വേണമെങ്കിലും മാറാം. അതായത് വേണമെങ്കിൽ കോൺഗ്രസിൽ പോകാം എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും വീട്ടിലെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടെത്തി. കുറച്ചു നേരം, നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളമായി കടകംപള്ളി സുരേന്ദ്രൻ ഈ വീടിന് മുന്നിൽ വാഹനമിട്ട് കാത്തു നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ലൈവ് കയറി അദ്ദേഹത്തിന്റെ പ്രതികരണവും എടുത്തത്. എന്തായാലും അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം ഫോണിൽ വിളിച്ചപ്പോൾ കുറച്ച് ലേറ്റാകും വരാൻ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തായാലും പോയി. അദ്ദേഹം പറഞ്ഞതുപോലെ കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾ. ഒരുപക്ഷെ കഴിഞ്ഞ 7 വർഷമായി ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമാണ് പ്രേംകുമാർ. കാരണം ആദ്യം ജനറൽ കൗൺസിൽ അംഗമായി, അതിനുശേഷം വൈസ് ചെയർമാനായി, അതിനുശേഷം ചലച്ചിത്ര അക്കാദമി ചെയർമാനായി. ആ ചെയർമാൻ പൊസിഷനിലിരുന്ന് അദ്ദേഹത്തെ പടിയിറങ്ങുന്ന ഒരു ഘട്ടം, ആ ഘട്ടമാണ് അദ്ദേഹത്തിന് വലിയ വേദനയുണ്ടാക്കിയത്. പ്രേംകുമാറിന് വലിയ വേദനയുണ്ടാക്കിയത്. തന്നെ ഒരു വാക്ക് പോലും പറയാതെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റി എന്നുള്ള വേദനയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത്. അതിനുശേഷമാണ് KC വേണുഗോപാൽ അടക്കം അദ്ദേഹത്തോട് സംസാരിച്ചത്. ഈ ഘട്ടത്തിൽ ആണ് ഒരുപക്ഷെ ഒരു സാംസ്കാരിക മുഖം കൂടിയാണ് പ്രേംകുമാർ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമാണ് എന്ന രീതിയിൽ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ എന്ന പോസ്റ്റിലിരുന്നാലും സംസ്ഥാനത്തുടനീളം അദ്ദേഹത്തെ ഇടതുപക്ഷം ഉപയോഗിച്ചിരുന്നു. ഇടതുപക്ഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിവിധ വേദികളിൽ എത്തി പ്രേംകുമാർ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് തേടിയതാണ്. എന്തായാലും അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രേംകുമാർ ഇടതുപക്ഷം വിട്ടുപോകുക, LDF വിട്ടുപോകുക, അത് വലിയ ക്ഷീണമുണ്ടാക്കുന്നത് LDFന് തന്നെയായിരിക്കും. ആ സാഹചര്യത്തിൽ കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് കഴക്കൂട്ടത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തിയത്. അദ്ദേഹത്തിന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമായി പറയുന്നുണ്ട്, കാലങ്ങളായി ഇടതുപക്ഷത്തൊപ്പം നിൽക്കുന്നതാണ്, അദ്ദേഹത്തിന് ചില വിഷമങ്ങളുണ്ട്, അതിൽ തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന രീതിയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് എന്തായാലും വ്യക്തമാക്കി. എന്തായാലും അനുനയ നീക്കം ഇവിടെ ഇപ്പോൾ തൽക്കാലം എന്തായാലും നേരിട്ട് കണ്ട് ഒരു അനുനയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും പ്രേംകുമാർ പറഞ്ഞത് യുക്തിഭദ്രമായി അദ്ദേഹത്തിന്റെ ഉള്ളിലെ വേദനയിൽ വളരെ വൈകാരികമായി തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്തെ CPM പ്രധാനപ്പെട്ട നേതാവ് തന്നെ വീട്ടിൽ കാണാൻ വേണ്ടി വരുമ്പോൾ വീട്ടിലുണ്ടാവണം എന്നറിയാത്ത ആളല്ല പ്രേംകുമാർ. അപ്പോൾ പ്രേംകുമാർ വീട്ടിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ അനുനയത്തിന് താല്പര്യമില്ല എന്നർത്ഥം കൂടി അതിനുണ്ടോ ഉമേഷ്?
ഹഷ്മി, നമ്മൾ ഈ സമയത്ത് ഇവിടെ എത്തുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കഴക്കൂട്ടത്തെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ നേരിട്ട് വന്ന് കാണും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. ആ സൂചന പ്രകാരമാണ് നമ്മൾ കഴക്കൂട്ടത്തെ പ്രേംകുമാറിന്റെ വീടിന് സമീപത്തെത്തിയത്. അദ്ദേഹം ഈ സമയത്ത്, അതായത് 8 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ സമയത്തിന് മുന്നോടിയായിട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ എത്തിയത്. കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ എത്തി ഒന്നിലധികം തവണ അദ്ദേഹം ഫോണിൽ വിളിച്ചു. ഇറങ്ങി അകത്താരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ PA അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു നോക്കി. അപ്പോഴും അകത്തുനിന്നാരും റെസ്പോണ്ട് ചെയ്തില്ല. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് നോക്കിയത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ആ ഫോൺ എടുക്കാതിരുന്നാലും അല്ലെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ ഫോൺ എടുക്കാതിരുന്നതിലും എല്ലാം ഒരു രാഷ്ട്രീയ നീക്കം കഴിഞ്ഞ 2 ദിവസമായി പ്രതികരണങ്ങൾ വന്നിട്ട്. പക്ഷേ ഇപ്പോഴാണ് അത്തരമൊരു നിർണായകമായ നീക്കം CPM തന്നെ നടത്തിയത്. നേരിട്ടെത്തി പ്രേംകുമാറിനെ അനുനയിപ്പിച്ച് ഇടതുപക്ഷത്തോടൊപ്പം നിർത്തുക എന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.